എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്ക്, ഇപ്പോഴത്തെ സാഹചര്യവുമായിട്ട് നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ. ഇലക്ഷന്റെ റിസൾട്ട് വരുന്നു, റിസൾട്ട് വന്നില്ല, നമ്മൾ ഇപ്പോഴേ ഭയന്ന് റെഡിയായി കഴിഞ്ഞു. റിസൾട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് പെട്ടിപ്പൊട്ടിക്കാൻ പോവാ, നമ്മൾ ഇപ്പോഴേ ഭയന്നു. അല്ലാ കഴിഞ്ഞ പടച്ചവനെല്ലാം തീർന്നു. അല്ലാ പടച്ചവനെ ഇനി എന്ത് ചെയ്യും ഉസ്താദെ, ഇനി എന്ത് ചെയ്യും ഉസ്താദെ? ഏക സിവിൽ കോഡ്, NRC, പൗരത്വ ബില്ല്, അത് ഇത്, പടച്ചവനെ നമ്മുടെ കാര്യം പോക്കാ. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ എൻ്റെ പൊന്നാര ചങ്ങാതിയോട് ചോദിക്കട്ടെ. അല്ല ചോദിച്ച ചോദ്യമാ, സ്വർഗത്തിലേക്ക് വെറുതെ കയറിപ്പോകാൻ പറ്റുമെന്നാ നീ കരുതുന്നേ? അള്ളാഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റുമോ? അള്ളാഹ് പറഞ്ഞു ഇല്ല. ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിന്റെ മുൻഗാമികളായ ആൾക്കാരെ കൊണ്ടുവന്നിട്ട്, ബനൂ ഇസ്രായേൽപ്പെട്ട ജനങ്ങളെ കൊണ്ടുവന്നിട്ട്, മതം മാറിയവരെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തും. തലയുടെ മധ്യഭാഗത്ത് വാള് വെച്ചിട്ട് ചോദിക്കും, മതം മാറുന്നുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞാ മരം മുറിക്കുന്നത് പോലെ അവരെ 2 കഷ്ടമായി മുറിക്കപ്പെടുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈമാൻ കേറിക്കഴിഞ്ഞാൽ പേടിയൊക്കെ നഷ്ടപ്പെടും ചങ്ങാതി. അള്ളാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭയമൊക്കെ മാറും. അള്ളാനെ ഇപ്പൊ ആർക്കും മനസ്സിലാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമുക്കതുകൊണ്ട് തന്നെ വേറെ പല ചിന്തയും ടെൻഷനും ബേജാറും. മക്കൾക്ക് വലിയ ടെൻഷനാ. എന്റെ പൊന്നാര ചങ്ങാതി, ജനിച്ച ഒരു ദിവസം മരിക്കും. എടാ, നീ അനുഭവിക്കാനുള്ളത് നീ അനുഭവിക്കുക തന്നെ വേണം. എന്റെയും നിങ്ങളുടെയും നമ്മളൊക്കെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു. ആരാ അധികാരം കൊടുക്കുന്നത്? ആരാ? അല്ലയല്ലേ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅതിൽ മുൽക മിമ്മൻ തശാ. അല്ലാഹ് പറഞ്ഞില്ലേ, അധികാരം എന്റെ കയ്യിലാണ്. അധികാരം കൊടുക്കുന്നവൻ അള്ളയാ. അപ്പൊ അള്ളയാണ് ഈ ചങ്ങാതിമാർക്ക് അധികാരം കൊടുത്തത്. എന്തിനാ? നമ്മളെല്ലാം ദുആ ചെയ്ത് പഠിച്ചോനെ അല്ലാ 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 അല്ലാന്ന്. എന്നിട്ടും അള്ളാഹു അധികാരം ഇവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പാഠം പഠിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കാം. എന്തുകൊണ്ടാ പടച്ചവൻ നമ്മളെ കൈവിട്ട് കളഞ്ഞത്? എന്തുകൊണ്ടാ എന്റെ സഹോദരങ്ങളെ? നമ്മൾ അള്ളാഹുവിനെ മറന്നതുകൊണ്ടാ. നമ്മൾ പടച്ച റബ്ബിനെ നമുക്ക് പേടിയില്ല, അള്ളാഹിനെ നമുക്ക് ഭയമില്ല. അള്ളാഹിനെ ഭയമില്ലാതെ വരുമ്പോ, അള്ളാഹു പറയുന്നത് അനുസരിക്കാതെ വരുമ്പോ അള്ളാഹു നമ്മളെ കൈവിട്ട് കളയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വരാനുള്ളതൊക്കെ വരും, അതൊന്നൊരു ബേജാറായി കാണരുത്. അതൊക്കെ വരികയും നമ്മളത് വലിയ വിഷയമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈമാൻ അത് നിലനിർത്താനുള്ള വലിയ കഷ്ടപ്പാടാ. വലിയ പരീക്ഷണം വരാൻ പോവുകയാ, വലിയ പരീക്ഷണം വരാൻ പോവുകയാ. ഇതൊക്കെ അള്ളാന്റെ ഖുർആൻ നേരത്തെ പറഞ്ഞതാ. എത്ര ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തന്റെ അടിമകളെ പരീക്ഷിക്കും. അല്ലാഹു തന്റെ അടിമകളെ പരീക്ഷിക്കും. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം തന്നു പരീക്ഷിക്കും. അല്ലാഹു തന്റെ അടിമകൾക്ക് ഭയം കൊടുത്തിട്ട് പരീക്ഷിക്കും. ഫലസ്തീനിലേക്ക് നോക്ക്, എന്തെല്ലാം ചെയ്തിട്ടും വല്ല മാറ്റം ഉണ്ടാ ചങ്ങാതിമാർക്ക്? അവിടത്തെ കുട്ടികളൊക്കെ കണ്ടില്ലേ? ഇപ്പം അങ്ങ് ഒറ്റ 24 മണിക്കൂർ കൊണ്ട് ഈ നാട് ഒന്നുമില്ലാതാക്കൂന്ന് പറഞ്ഞിട്ട് മാസം കുറെ ആയില്ല ചങ്ങാതി. അള്ളാഹു മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാടോ ഈമാൻ ഉറച്ചുള്ള ഭയം കിട്ട്. അല്ല പറഞ്ഞു, നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ കൊല്ലൂന്ന് പറയും, നിന്നെ നാട് കടത്തൂന്ന് പറയും, നിന്നെ പലതും ചെയ്യൂന്ന് പറയും. അധികാരം കിട്ടുമ്പോ, സമ്പത്ത് കടന്നു വരുമ്പോ, സുഖം കടന്നു വരുമ്പോ, വിദ്യാഭ്യാസം കടന്നു വരുമ്പോ, അള്ളാന്റെ ദീനിനെ മറന്നു കളയുന്ന പെണ്ണുങ്ങളോട്, അള്ളാന്റെ ദീനിനെ മറക്കുന്നവരോട്
ഞങ്ങളൊക്കെ വഅദ് പറയുമ്പോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? ഉസ്താദേ, നിങ്ങൾ പറയുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുമോ? നിങ്ങൾ പറയുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുമോ? പെങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഫിറഔൻ. അവനെ പോലെ ഈ ദുനിയാവിൽ സുഖിച്ച വേറെ ഒരാളില്ല. അവനെ പോലെ ജീവിച്ച വേറൊരുത്തനുമില്ല. ആ ഫിറഔന് കരയിൽ കടന്ന് വ്യഭിചരിച്ചിട്ട് മതിവരാതെ കടലിന്റെ നടുക്കത്ത് പോയി കടന്ന് വ്യഭിചരിച്ചവനാ ഫിറഔൻ. ആ ഫിറഔനിന്റെ കൊട്ടാരത്തിലാണ് അല്ലാഹ് എന്ന് പറഞ്ഞ തലവെട്ടുന്നവന്റെ വീടിനകത്ത്, അവന്റെ ബെഡ്റൂമിനകത്ത് അല്ലാഹനെ അനുസരിച്ച് ജീവിച്ചവളാ ആസിയ. ആ കൊട്ടാരത്തിന്റെ അകത്ത് അല്ലാഹനെ പേടിച്ച് ജീവിച്ചവളാ ആസിയ. അല്ലാഹുവേ, ആസിയ മരിക്കുന്ന സമയത്ത് പടച്ചവനോട് പറഞ്ഞതെന്താ? പടച്ചവനെ, ഫിറഔനിന്റെ കൊട്ടാരവും അവന്റെ ആഡംബരങ്ങളും ആ സുഖവാസങ്ങളും മുഴുവനും വലിച്ചെറിയുന്നു റബ്ബേ. എനിക്ക് വേണ്ടത് റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണം തമ്പുരാന്. പെങ്ങളെ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹ് പറഞ്ഞ വാക്ക്, നിങ്ങൾ ആസിയാനെ കണ്ടുപഠിക്കൂ, നിങ്ങൾ ആസിയാനെ കണ്ടുപഠിക്കൂ. ഈമാനിന്റെ വിഷയത്തിൽ നിങ്ങൾ ആസിയാനെ കണ്ടുപഠിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതാടോ ഞാനും പറഞ്ഞത്. ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറിക്കഴിഞ്ഞാൽ, അല്ലാഹയാരാണെന്നറിഞ്ഞാൽ, അവന്റെ പേടി നഷ്ടപ്പെടുകയാണ്. അവനൊന്നിനെയും ഭയമില്ല, അവന് മരണത്തെയും ഭയമില്ല, അവൻ എന്ത് ശിക്ഷ കിട്ടിയാലും അവന് ഭയമില്ല, അവന് എന്ത് ചെയ്താലും അവന് പേടിയില്ല. ഒരു വല്ലാത്ത ധൈര്യമാണ്, വല്ലാത്ത ധൈര്യമാണ്. പടച്ചവനെ, ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ ചരിത്രം പഠിച്ചവനല്ലേ ഹജ്ജാജ്. ഞാനാണ് ദൈവമെന്ന് പറഞ്ഞു നടന്നവനാണ്. ആ ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി, അവന്റെ മുമ്പിലേക്കാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുചെല്ലുന്നത്. സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി കൊട്ടാരത്തിലേക്ക് കൊണ്ടുചെന്നു. എന്നിട്ട് പറഞ്ഞു, ഹജ്ജാജ് പറഞ്ഞു, ഞാനാണടാ, എന്നെ കൊണ്ട് വിശ്വസിക്കണം, ഞാനാണ് റബ്ബെന്ന് പറയണം. പടച്ച റബ്ബേ. ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ കള്ളനാടാ, നീ കള്ളനാടാ, നീ കള്ളനാടാ, നിന്നെ എങ്ങനാ ഞങ്ങൾ വിശ്വസിക്കുക? നീ കള്ളപ്രവാചകനല്ലോ. പടച്ചവനെ അവിടെ നിന്ന് ഉറക്കെ പറയുമ്പോ തന്റെ നാട്ടുകാര്, തന്റെ വിശ്വാസികളുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയതിന്റെ കോപം കാരണം അവിടെ നിന്ന് ഹജ്ജാജ് പറഞ്ഞു, ഇവന്റെ തലവെട്ടാൻ. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ ഹജ്ജാജിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അവൻ പറഞ്ഞു, അവിടുന്ന് എന്നെ കുറിച്ച് പറയാൻ പറഞ്ഞു, ഞാൻ നബിയാണെന്ന് പറയാൻ, എന്നെ കൊണ്ട് വിശ്വസിക്കണം. ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ കള്ളനാടാ. എവിടെ? അവന്റെ കൊട്ടാരത്തിൽ പോയി ഇരുന്നിട്ട് ദേഷ്യം സഹിക്കാൻ പറ്റാതെ പറഞ്ഞു, കൊന്നുകളയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും കെട്ടിയിട്ട് കഴുത്ത് വെട്ടിമുറിക്കാൻ കൊണ്ടുവന്ന് കിടത്തി. കഴുത്ത് വെട്ടിമുറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, കഴുത്ത് വെട്ടാമെന്ന മനുഷ്യൻ നോക്കുമ്പോ ഹജ്ജാജ് കൽപ്പന നടത്തി. കഴുത്ത് വെട്ടാൻ വരുന്ന ആള് നോക്കുമ്പോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് കിടക്കാം. അയാളെ കൈവറച്ചു. ഹജ്ജാജ് പറഞ്ഞു, ഞാൻ തലവെട്ടാം. ഹജ്ജാജ് പറഞ്ഞു, എനിക്ക് പേടിയില്ല, ഞാൻ തലവെട്ടാം. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടിമുറിച്ചു. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അവിടെ നിന്ന് തല വെട്ടിമുറിച്ചപ്പോ പൈപ്പ് പൊട്ടികെട്ട് ഒഴുകുന്നത് പോലെ രക്തം അങ്ങോട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഹജ്ജാജ് കൊലയെല്ലാം നടത്തിയതിനു ശേഷം തന്റെ വൈദ്യന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഒരുപാട് പേരെ ഇവിടെ വെച്ച് കൊന്നിട്ടുണ്ട്, ഒരാളുടെ രക്തം പോലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല, ഇവന്റെ രക്തം മാത്രം പോകാനുള്ള കാരണം എന്താ? ഞാൻ ഒരുപാട് പേരെ എന്റെ കൈകൊണ്ട് ഇവിടിട്ട് തലവെട്ടി കൊന്നിട്ടുണ്ട്, ഒരാളുടെ രക്തം പോലും ഇവിടെ നിന്ന് നിറഞ്ഞു പുറത്തു പോയിട്ടില്ല, ഈ സഈദിന്റെ രക്തം മാത്രം പോകാൻ കാരണം എന്താ? ആ സമയത്താണ് വൈദ്യന്മാര് പറഞ്ഞു കൊടുത്തു, സാധാരണ കൊല്ലാൻ കൊണ്ടുവരുന്നതിന് മുമ്പേ അവൻ ചത്തിട്ടുണ്ടാകും, കൊല്ലാൻ വേണ്ടി കൊണ്ടുവരുന്നതിന് മുമ്പേ അവൻ പേടിച്ച് മരിച്ചിട്ടുണ്ടാകും, ഇവിടെ കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലുന്ന അത്രയേ ഉള്ളൂ. ഈ ചങ്ങാതിക്ക് മരിക്കാൻ പേടിയില്ല.
സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആലഹു ഭയമില്ലായിരുന്നോ? ഇവിടെ ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറിയാൽ അവനുണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം അവന്റെ ഭയം നഷ്ടപ്പെടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണുണ്ടോ? ബോറടിക്കണുണ്ടോ? ഈ വിഷയം പറയുമ്പോ അങ്ങനെ നമുക്കിപ്പോ ഇതിലേ പറയാൻ പറ്റൂ, ഖുർആൻ ഹദീസിലേ പറയാൻ പറ്റൂ. ബോറടിക്കണുണ്ടെങ്കിൽ പറഞ്ഞേക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, നബിതങ്ങളെ അല്ലേ അല്ലാഹു ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത്? നിങ്ങൾ നോക്കിക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വീട് വളഞ്ഞില്ലേ? നബിതങ്ങളെ വീടിന് ഹിജ്റയ്ക്ക് പോകാൻ തയ്യാറായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞിട്ട് കാത്തു നിൽക്ക, ഇറങ്ങി അപ്പൊ കൊന്നേക്കണം. ആരുടെ കൈ കിട്ടുന്നോ ആർക്ക് വേണമെങ്കിലും കൊല്ലാം. കൊല്ലുന്നവന് സമ്മാനം പ്രഖ്യാപിച്ചു. ഉരി പിടിച്ച വാളുമായിട്ട് നബിതങ്ങളുടെ വീട് വളഞ്ഞിട്ട് ശത്രുക്കൾ നിൽക്കുകയാണ്. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീടിനകത്ത് അലിയാര് തങ്ങളെ പിടിച്ചു കിടത്തിയിട്ട് നബിതങ്ങൾ ഇറങ്ങാൻ സമയമായപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നബിതങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. യാസീനിൽ എപ്പോഴും ഓതുന്ന ഒരായത്താണ് ഞാനും നിങ്ങളും. നബിയേ, ഒരു പിടി മണ്ണ് വാരണം, ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് ഈ ആയത്ത് ഓതി ആ മണ്ണിൽ ഊതിയിട്ട് വാതിൽ തുറന്ന് 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോക്കോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ വീട് മുഴുവനും വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ ആ ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് നബിതങ്ങൾ ഇറങ്ങിപ്പോയില്ലേ? AK-47 കൊണ്ടൊന്നും അല്ലല്ലോ പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഇവിടെ ഒരു മുസ്ലിമിന്റെ കാൽ ചുവട്ടി കിടക്കണ ഒരു പിടി മണ്ണ് മതി നമുക്ക് രക്ഷപ്പെടാൻ. അതും ചില സമയത്ത് അങ്ങനെ. ബദറിന്റെ രണാങ്കണത്തിൽ പോകുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, അത്ര നബിയെ, ഒന്നുമില്ല നബിയെ, വാളുമില്ല, പരിചയമില്ല, കുന്തമില്ല, ഒന്നുമില്ല. താഴെ കടന്ന മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പൊക്കോളാൻ. ഈത്തപ്പഴ മരത്തിന്റെ മടലുണ്ടല്ലോ, അതെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, യുദ്ധത്തിന് പോകാൻ. അത് മതിയായിരുന്നടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയില്ലേ? എന്റെ പ്രിയപ്പെട്ടവര്, ചരിത്രം പഠിച്ചില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മടിത്തട്ടില് നബിതങ്ങൾ കിടന്നുറങ്ങുമ്പോ അബൂബക്കർ തങ്ങൾ കൈകാലി വിറക്കുന്നുണ്ട്. നബിതങ്ങൾ ഞെട്ടി ഉണർന്നു. എന്തേ അബൂബക്കറെ, ദാ നിൽക്കുന്ന നബിയെ ശത്രു. ഗുഹയുടെ മുകളിൽ പ്രാന്ത് പിടിച്ചതുപോലെ വന്നിരിക്കുക. നബി അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഇതിനകത്ത് അടിക്കുന്നുണ്ട്. ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ രണ്ടുപേരെയും കാണും. കൊന്നുകളയും നബിയെ. നബിതങ്ങൾ ചിരിച്ചടോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. എന്തേ നബിയെ ചിരിക്കണേ? അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള ഞാനും നിങ്ങളും പഠിക്കണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂബക്കർ തങ്ങളോട് മാത്രമല്ല പറഞ്ഞേ, എന്നോട് നിങ്ങളോടും പറഞ്ഞേ. എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. ആര്? അല്ലാഹ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ല നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ ആരുണ്ട്? ഉറക്കപ്പറ, ആരുണ്ട്? അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കണോ? നിങ്ങൾ ചോദിക്കണേ, എന്തേ ഉസ്താദെ 400 357 എല്ലാം അവരുടെ കയ്യിലാണെന്നല്ലേ? ഈ മൊത്തം അവരെടുക്കട്ടെ. ഈ മൊത്തോ MP സ്ഥാനവും എന്തും അവർ മൊത്തവും പിടിക്കട്ടെ. ഭൂരിപക്ഷമായില്ലേ? ബദറിൽ ഭൂരിപക്ഷമാണോ ജയിച്ചേ? ഉഹദിൽ ഭൂരിപക്ഷമാണോ ജയിച്ചേ? ചരിത്രം എന്തേ പഠിക്കാത്തെ? നിങ്ങൾ കഅബാലയം എല്ലാവരും ഹജ്ജിന് പോകുന്ന മാസമാ. അള്ളാഹു ഈ വർഷം ഹജ്ജിന് പോയ എല്ലാവരുടെയും അള്ളാഹു അവർക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ആ പരിശുദ്ധമായ കഅബാലയം നിങ്ങൾ ഒരു സൂറത്ത് ഓതാറില്ലേ മരിബിൻ ഉസ്താദ്? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. ഈ സൂറത്ത് ഓതാറില്ലേ? ഇതിന്റെ അർത്ഥം വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിന്റെ അർത്ഥം നിങ്ങൾ ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെന്ന് പറയുന്ന മൃഗവുമായിട്ട് അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി മക്കത്തുള്ള കഅബാലയം പൊളിക്കാൻ വന്നു. കാരണം മക്കക്കാരുടെ കയ്യിൽ ആനയില്ല. ആന എന്ന് പറയുന്ന ജീവിയുമായി അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി അള്ളാഹുവിന്റെ കഅബാലയം പൊളിക്കാൻ വന്നപ്പോ
അല്ല എന്താ ചെയ്തേ? ആ ചെറിയ കിളിയുണ്ടല്ലോ, കുരുവി, ആ ചെറിയ കിളി, ആ കിളിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞില്ലേ? അല്ല പറഞ്ഞില്ലേ പശുവ് പുല്ല് തിന്നിട്ട് ബാക്കി വന്നത് ചവിട്ടി തേക്കുന്നത് പോലെ അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത് കളഞ്ഞു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭൂരിപക്ഷത്തിലൊന്നൊരു കാര്യമില്ല ചങ്ങാതി. അല്ല എപ്പോഴാണെന്നറിയില്ല, അള്ളാഹുടെ സഹായം എങ്ങനെയാ വരണേന്നറിയില്ല. നമുക്കറിയാം ഫിറഔനിൻ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോയ ആളാ ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. പരിശുദ്ധ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഉമർ സത്യം ചെയ്തു, ഞാൻ മുഹമ്മദിന്റെ തലയുമായിട്ട് ഇനി തിരിച്ചു വരുമെന്ന്. ഉമർ ഒരു വാക്ക് പറഞ്ഞ പിന്നെ വാക്കാ. ആ ഉമറാണ് നബിതങ്ങളെ കൊല്ലാൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്നത്. എങ്ങനാ? നബിതങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് കഅബയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഈ ഉമറാണ് നബിതങ്ങളുടെ കൈ പിടിച്ചിട്ട് കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയാ, വിളിച്ചു പറ നബിയെ അള്ളാഹിനെ കുറിച്ച്, ആരാ തടയുന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവനല്ലേ, ഈ ഉമറല്ലേ, ഈ ഖത്താബിന്റെ മകൻ ഉമറാ നബി തങ്ങളുടെ തലവെട്ടാൻ പോയത്. ആ ഉമറാ നബി തങ്ങളുടെ കൈ പിടിച്ച് കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നത്, അള്ളാഹിനെ കുറിച്ച് വിളിച്ചു പറ, ആരാ തടയുന്നതെന്ന് ഞാൻ നോക്കട്ടെ. എടോ, അല്ല എങ്ങനാ സഹായിക്കണേന്ന് നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ലാ തഹസൻ ഇന്നല്ലാഹ മഅന, അല്ല നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ ഭയപ്പെടണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ല നമ്മുടെ കൂടെ ഉണ്ടോ? ചോദ്യം ഉണ്ടോ? ഇല്ലടോ. ഉണ്ടോ? ഉണ്ടോ? നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, അല്ല കൂടെയുണ്ടോ? നമ്മളാകെ സഹായിക്കേണ്ടത് അള്ളയായിരുന്നു. ആ അള്ളാനെ വരെ ഞാനും നിങ്ങളും വെറുപ്പിച്ചു വെച്ചിരിക്കുക, പിന്നെ എങ്ങനെ സഹായിക്കാൻ? എന്തേ അല്ല നമ്മളെ സഹായിക്കാത്ത? എന്തേ ഉസ്താദെ നമ്മളൊക്കെ തലകുത്തി കിടന്നിട്ട് ദുആ ചെയ്തിട്ടും സഹായം വരാത്ത? എങ്ങനെ സഹായിക്കാനാ? അല്ല പറയുന്നത് വല്ലോ നീ അനുസരിക്കുന്നുണ്ടോ? അല്ല പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാനോ നിങ്ങളോ അനുസരിക്കുന്നുണ്ടോ? എടോ, നമ്മളെപ്പോലെ അഹങ്കാരമുള്ള വേറെ ഏതെങ്കിലും ഒരു ജനത ലോകത്തുണ്ടോ? ഉപദേശം, വഅള് ജനിച്ചപ്പോഴേ ബാങ്ക് വെക്കാമത്ത്, ഓർമ്മ വെച്ച കാലം മുതൽ വഅളും നസീഹത്തും മജ്ലിസുൻ നൂറും ഹത്തവും ആണ്ടും നേർച്ചയും. വഅള് കേട്ടിട്ട് തലതിരിഞ്ഞു പോയ അവസ്ഥയാണ് നമ്മളിപ്പോ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഒറ്റ വഅള് കേട്ടിട്ട് നന്നായ പെണ്ണിന്റെ ചരിത്രം ഖുർആൻ പറയുന്നു. ആസിയ ബീവി ഒറ്റ വഅള് കേട്ടുള്ളൂ. ഈ ഇരിക്കണ പെണ്ണുങ്ങളോ രാവും പകലും വഅളാണ്. ഓൺലൈനിലൂടെ രാവും പകലും. ഞാൻ കോഴിക്കോട് ഭാഗത്ത് ഒരു വയലിന് പോയപ്പോ ഒരു വാപ്പ എന്നോട് വെച്ച്, നിങ്ങളാ പ്രസംഗിക്കണ ആളല്ലേ? എന്നാ ഒരു കാര്യം കേട്ടോ, അയാളൊരു കഥ പറഞ്ഞു എനിക്ക്. അദ്ദേഹം രാവിലെ 5 മണിക്ക് എങ്ങാണ്ട് എഴുന്നേറ്റ്, 4:30 എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ പോയി. പെങ്ങന്മാര് വെക്കാൻ പറയട്ടാ. ആ വാപ്പ രാവിലെ പള്ളിയിൽ പോയി സുബഹിയൊക്കെ നിസ്കരിച്ച് ഇത്തിരി ദിക്റും ദുആ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. നടന്ന സാധു വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇത്തിരി ചായ തരാൻ. ഓള് പറയാ, ഞാൻ മജ്ലിസിലാ, കുറച്ച് കഴിയട്ടെ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, നേരം വെളുത്തപ്പോ 4:30 എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിച്ച് നടന്ന് വീട്ടിൽ വന്ന തന്റെ ഭർത്താവ് ഒരു ഗ്ലാസ് ചായ ചോദിച്ചപ്പോൾ ഓൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? പറയടോ, എന്തുകൊണ്ടിരിക്കുക? ഞാൻ മജ്ലിസിലിരിക്കാന്ന്. അത് ഏത് മജ്ലിസാന്ന എനിക്ക് തിരിയാത്ത? സ്വന്തം ഭർത്താവിന് ആ മജ്ലിസ് കേട്ടില്ല എന്ന് പറഞ്ഞ് നീ നരകത്തിൽ പോകില്ല. ഈ ഭർത്താവിന്റെ പൊരുത്തില്ലാതെ നിനക്ക് പോകാൻ കഴിയില്ല പെങ്ങളെ. അത് അങ്ങനൊന്നും വഅള് കേൾക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനൊന്നും ആരും വഅള് കേൾക്കരുത്. അത് എന്റെ വഅളാണെങ്കിലും ഒട്ടും കേൾക്കരുത്. അങ്ങനെയൊന്നും കേൾക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങളൊക്കെ ഫർദയും ഇട്ട് ഹിജാബ് ഇട്ട് അനുസരണയോടെ അദബ് മര്യാദയോടുകൂടി നിങ്ങൾ ഇവിടെ ഇരുന്ന് വഅള് കേൾക്കുന്നു. എന്നാൽ നിങ്ങൾ രാവിലെ, നാളെ മുരിപ്പോ സ്കൂളും കൂടെ തുറക്കാൻ തുടങ്ങി, ഈ പണ്ടാരം ഫോൺ അങ്ങോട്ട് ഓണാക്കി അങ്ങോട്ട് വെക്കും. ഉസ്താദ് ലൈവി തുടങ്ങും, നീ കറി വെക്കും, ചോറ് വെക്കും, ഓടിച്ചാടി നടക്കും, തലയിൽ പോണും തുണിയിടൂല. അങ്ങനെ വഅള് കേൾക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളതല്ലേ ഞാൻ പറഞ്ഞു. നിങ്ങൾ അടങ്ങി ഒതുങ്ങി ജോലി എല്ലാം കഴിഞ്ഞ് പാട്ടല്ല വഅള്. പാട്ട് കേൾക്കുന്നത് പോലെ വഅള് കേൾക്കരുത്.
അത് അനുസരണയോടെ അതിന്റെ അദബും മര്യാദയോടുകൂടി നീ നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അതെടുത്ത് വെച്ച് കേക്ക്. അത് നല്ല കാര്യം. നിന്റെ ഭർത്താവിന് വേണ്ടത് കൊടു, നിന്റെ മക്കൾക്ക് വേണ്ടത് കൊടു. അതല്ലാതെ ഒന്നും നോക്കാതെ വഴല് കേട്ടിട്ട് കാര്യമൊന്നുമില്ല. വഴല് കേട്ടാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പഠിക്കുന്ന നന്മ അമല് ചെയ്യണമെന്നാണ്. ചുമ്മാതെ കുറെ അറിവ് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, അള്ളാഹുവിനോട് പറയാറുണ്ട്, പടച്ചോനെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയ വഅമലൻ മുതഖബ്ബല. എന്തിന്? പഠിച്ച ഇൽമ കൂടെ പ്രവർത്തിക്കണം. നിങ്ങളൊക്കെ കേട്ട അറിവ് വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചെയ്യാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ഉസ്താദ് വഅദ് പറയുന്നില്ലേ? ഉസ്താദ് നിങ്ങൾ വഅദ് പറയണില്ലേ? ഞാൻ വഅദ് പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല. നിങ്ങളത് ഒരിക്കലും വിചാരിക്കണ്ട. നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വഅദ് പറയുന്നത്. ഞാൻ വഅദ് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറയടോ. 40 പേര് കൂടുതലുണ്ട്. ആരുടെങ്കിലും ഒരാളുടെ ആമീൻ മതി ഞാൻ നന്നാകാൻ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ഉറക്കപ്പറ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ അതാ, അല്ലാതെ വേറെ നിങ്ങൾ എങ്ങനെയൊന്നും കരുതരുത്. ഈ ഇരിക്കണ ഉസ്താദ്മാരൊക്കെ എന്നെ കാലത്താ ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് എത്ര കൊല്ലായെന്നാ പറഞ്ഞു? 4 പതിറ്റാണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വാപ്പാടെ വാരിയിലെ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. ഉസ്താദ് പഠിക്കാൻ 40 കൊല്ലം പറയുമ്പോ നാലിശയ്ക്ക്. അപ്പൊ അള്ളാഹു അവരുടെയൊക്കെ ഖിദ്മത്തുകൾ അള്ളാഹു കബൂലാകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എടോ, അള്ളാഹു ഹൃദയത്തിനകത്ത് കേറിയ പേടി മാറി, ഭയം മാറി, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വരും. നമ്മുടെ സർവ്വ കാര്യങ്ങളിലും, നമ്മുടെ പ്രവർത്തനങ്ങൾ സർവ്വതിലും നമുക്ക്. നിങ്ങളൊക്കെ ഈ പെണ്ണുങ്ങളൊക്കെ ഈ യൂസുഫ് നബി, സുലൈഖ എന്ന് പറയുന്ന ഒരു മഹദിയുടെ ചരിത്രം വായിക്കുക. പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? സുലൈഖയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കണം. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കെട്ടിയിട്ട്, യൂസുഫ് എന്റെ ആഗ്രഹം സാധിപ്പിച്ചു താടാ എന്ന് യാചിച്ചവളാണ് സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ. അപ്പൊ പറയും ഉസ്താദ് കയറി പിടിച്ചു എന്നൊക്കെ. എന്നാ അതിനപ്പുറം വേറെ എന്നുണ്ട് പെങ്ങളെ. ഈ സുലൈഖ അങ്ങനെ കയറി പിടിച്ചെങ്കിലും അത് സമ്മതിച്ചില്ല. യൂസുഫ് നബി അവസാനം ജയിലിലായി, വർഷങ്ങളോളം ജയിലിൽ കിടന്നു. പിന്നെ മോചിതനായി, പിന്നെ ഈജിപ്തിന്റെ ഭരണാധികാരിയായി. ഈ സുലൈഖയെ യൂസുഫ് നബി വിവാഹം കഴിച്ചു. ഈ കയറി പിടിച്ച സുലൈഖയെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു. പക്ഷെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ സുലൈഖ വലിയ സഹകരണമൊന്നുമില്ല. ഒരു ഭാര്യയും ഭർത്താവും അല്ലേ, വലിയ നല്ലപോലെ സഹകരിക്കുന്നൊന്നുമില്ല. അപ്പൊ യൂസുഫ് നബി സുലൈഖയോട് ചോദിച്ചു, സുലൈഖ, അള്ളാഹു ഹറാമാക്കിയ സമയത്ത് എന്നെ നീ കേറി പിടിച്ചവളാ. ഇന്ന് അള്ളാഹു ഹലാലാക്കി തന്നിരിക്കുന്നു, നീ എന്തേ എന്റെ അടുക്കല് സഹകരിക്കാത്തത്? സുലൈഖ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യൂസുഫെ, അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. അന്നെന്റെ ഹൃദയം മുഴുവനും നിന്നോടുള്ള പ്രേമമായിരുന്നു, പ്രണയമായിരുന്നു. അതുകൊണ്ടാ ഞാൻ കേറി പിടിച്ചേ. ഇന്ന് എന്റെ ഹൃദയത്തിൽ നീയല്ല, അള്ളയാ. ഇന്നെന്റെ ഹൃദയം മുഴുവനും അള്ളയാ. ആ അള്ളയായത് കൊണ്ടാണ് പടച്ചവനെ എനിക്ക് നിന്നോട് സഹകരിക്കാൻ കഴിയാതെ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആരാണെന്ന് മനസ്സിലാക്കിയവരാണ് ഈ മഹാന്മാര്. നമ്മളും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കേറിയ പേടി നഷ്ടപ്പെടുകയാണ്, ഭയം നഷ്ടപ്പെടുകയാണ്. 2 വിശദീകരിക്കുന്നില്ല. അല്ലാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കുണ്ടായിരുന്ന 2ാമത്തെ ഗുണം പറയുകയാ, നിരാശയില്ല, അവർക്ക് സങ്കടമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മനസ്സിന്റെ ഉള്ളിനകത്തേക്ക് പടച്ച റബ്ബ് കയറി കഴിഞ്ഞാൽ അവന് സങ്കടമില്ലടോ, അവന് ദുഃഖമില്ലടോ. എന്ത് നഷ്ടപ്പെട്ടാലും അവനൊന്നുമില്ല. പടച്ച റബ്ബ് തന്നു, അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. ഇത്രയേ ഉള്ള സഹോദരാ, നിരാശ ജീവിതത്തിൽ വരാൻ പാടില്ല. എന്റെ
എന്റെ വീട് പോയല്ലോ, എന്റെ കച്ചവടം പോയല്ലോ, എന്റെ കാറ് പോയല്ലോ, എന്റെ സമ്പത്ത് പോയല്ലോ. പടച്ചവരെ ജീവിതത്തിലെ സങ്കടമില്ലടോ, അല്ലാഹു തന്നു, അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. അതാ പറഞ്ഞത് ഇന്നാ ലില്ലാഹ്. അല്ലാഹ് പറഞ്ഞല്ലോ നിന്നെ പരീക്ഷിക്കുമെന്ന്, നിനക്ക് ഭയം തരും സഹോദരാ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു നിന്നെ ഭയപ്പെടുത്തും. വൽജൂഅ്, നിനക്ക് വിശപ്പ് തരും സഹോദരാ. അല്ലാഹ് പറയുന്നു വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ് വനഖസിൻ മിനൽ അംവാൽ വൽഅൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു തരുന്ന പരീക്ഷണങ്ങൾ അല്ലാഹു എണ്ണി എണ്ണി പറയുകയാ. നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. ശത്രുക്കൾ പറയും നിന്നെ കൊല്ലുമെന്ന്, നീ ഭയക്കാൻ പാടില്ല, അവര് നിന്നെ ഒന്നും ചെയ്യില്ല, നീ ഭയക്കണ്ട, നീ ഉറച്ചു നിൽക്ക്. എന്നിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ വിശപ്പ് തരും, നിനക്ക് ഞാൻ പട്ടിണി തരും, നിനക്ക് ഞാൻ ഞെരുക്കം തരും. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ഞാനോ നിങ്ങളോ അല്ല. 3 വർഷക്കാലം ശൈബ് അബീ താലിബിന്റെ മലഞ്ചരിവിൽ അല്ലാഹുവിന്റെ റസൂലും തന്റെ കുടുംബവും പച്ചില പറിച്ച് കടിച്ചു സഹോദരാ. അല്ല പറഞ്ഞ രണ്ടാമത്തെ പരീക്ഷണം പട്ടിണി അല്ല തരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇവിടെ നബിതങ്ങളും തന്റെ കുടുംബവും ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരിവിൽ 3 കൊല്ലം വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചു കഴിച്ചു. നമ്മൾ ആരെങ്കിലും തിന്നിട്ടുണ്ടോ ജീവിതത്തിൽ ഇല? വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല തിന്ന ആരെങ്കിലും ഉണ്ടോ? തിന്നിട്ടുണ്ടോ? നമ്മൾ ഇല തിന്നും എപ്പോഴെന്നറിയോ? മട്ടൻ മന്തി ഇവിടെ വരെ തിന്നിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. അത് ആകെ തിന്നണ ഇല, ആ ഇലയല്ല. നബിതങ്ങളും സഹാബത്തും 3 മാസം നബിതങ്ങളുടെ വീടിനകത്ത് തീ പുകഞ്ഞിട്ടില്ല, അത്രയ്ക്കും പട്ടിണി. നബിതങ്ങളുടെ വീടിനകത്തുള്ള പട്ടിണിയെ കുറിച്ച് പഠിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ഇത്തിരി മാവ് കിട്ടിയപ്പോ ഒരു റൊട്ടി ഉണ്ടാക്കി. വാപ്പ പട്ടിണി ആയതുകൊണ്ട് പകുതി കൊണ്ട് നബിതങ്ങളുടെ കൈ കൊടുത്തു. നബിതങ്ങൾ കൈ വെച്ചിട്ട് കരയാ. എന്തേ ഉപ്പ കരയണേ? 3 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് കാണുന്ന അരിഭക്ഷണം മോളെ. ഇതായിരുന്നു നബിതങ്ങളുടെ ജീവിതം. മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കോടീശ്വരിയായിരുന്നു ഖദീജ. നബിതങ്ങൾ പറഞ്ഞു നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ല, നീ വീട്ടിൽ പൊക്കോളാൻ. ഖദീജ ബീവിയോട് പറഞ്ഞ ഒരു മറുപടി, നീ കോടീശ്വരിയായ നിനക്ക് പട്ടിണി കിടന്നിട്ട് ശീലമില്ല ഖദീജ, എന്നെ വിട്ടിട്ട് പൊക്കോളാൻ. അപ്പോഴാ ഖദീജ പറഞ്ഞത്, നബിയെ ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ. ഇത് സിനിമയുടെ ഡയലോഗൊന്നുമല്ല, ഇത് ഖദീജ പറഞ്ഞതാണ്. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹു പട്ടിണി തരും, അള്ളാഹു നമ്മുടെ സാമ്പത്തികമായി നമ്മളെ തകർക്കും, ബിസിനസ് ഒക്കെ പോകും, അതൊക്കെ പരീക്ഷണം. അള്ളാഹു രോഗങ്ങൾ തരും, അതും പരീക്ഷണം. ചിലപ്പം മരണം തരും, അതും പരീക്ഷണം. നീ അപ്പ പറയണം വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് വന്നാലും പ്രശ്നം ടെൻഷനും പ്രയാസമൊന്നുമില്ല, അത് റബ്ബ് തന്നു, റബ്ബെടുത്തു. എന്ത് ചെയ്യാനാ? നിലവിളിച്ചാ കിട്ടുവോ? നീ കടന്ന് നിലവിളിക്ക, ടെൻഷൻ അടിക്കുന്ന ഒരുപാടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നീ ടെൻഷൻ അടിച്ചാ പോയി തിരിച്ചിട്ടോ? എടോ, അള്ളാഹ് പറഞ്ഞെന്താ? എല്ലാവരുടെ ജീവിതത്തിലും ടെൻഷനും പ്രയാസമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഈ ഇരിക്കണം നിങ്ങൾ വഴുത് വെക്കാൻ വന്നൊന്നുമല്ല. എനിക്കറിയാം ദ്വാ പ്രതീക്ഷിച്ച, ഞാനും അത് പ്രതീക്ഷിച്ചിരിക്കണേ. എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും ഉസ്താദ് ദ്വാ ചെയ്യണം, ദ്വാ ചെയ്യണം. എന്റെ കാര്യം ആരോട് പറയും ഞാൻ? എടാ, നമ്മൾ രണ്ടുപേരും ചിന്തിക്കുക, നമ്മളൊക്കെ ജീവിതത്തിൽ പ്രയാസവും ദുഃഖവും. അപ്പൊ നിങ്ങൾ ചോദിക്കണത്, അള്ളാഹ് എന്തോ എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കണേ? അവക്ക് വീട് കൊടുത്തു, എനിക്ക് വീടില്ല. അവക്ക് മക്കളെ കൊടുത്തു, എനിക്കില്ല. അവൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടില്ല. അള്ളാഹ്ക്ക് വെറുപ്പൊന്നും ആരോടും ഇല്ലടോ. എടോ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹ് പറഞ്ഞെന്താ? ജീവിതത്തിൽ പ്രയാസവും ദുരിതമൊക്കെ വരുമ്പോ അള്ളാഹിന് ശുക്ർ ചെയ്ത് ജീവിക്ക്, അള്ളാഹിനോട് നന്ദി രേഖപ്പെടുത്ത്. എന്തേ നേട്ടം? എന്തേ നേട്ടം? അള്ളാഹു നമുക്ക് ഈമാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ ചങ്ങായിമാരൊക്കെ 10ാം ക്ലാസ്സിൽ തോറ്റു, പോയി തൂങ്ങുക. എന്ത് കിട്ടും? തോറ്റാ തോറ്റു, അടുത്ത പരീക്ഷ എഴുതി ജയിക്കണം. ഒരു ജോലി ഉണ്ടായിരുന്നു, പോയാ പോട്ടെ, അടുത്ത ജോലി ഉണ്ടാകണം. ഒരു കച്ചവടം പോയി അടുത്ത കച്ചവടം ഉണ്ടാക്കണം. ഈ എന്തിനാ ടെൻഷനും ബേജാറൊക്കെ എന്തിനാ? അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ, ഉസ്താദ് നിങ്ങൾ പറയണ കേട്ടാല്, ഇപ്പൊ ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ, 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു, തോറ്റുപോയി, എന്ത് പറയണം?
എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് പറയണം? ഉറക്കെ പറയടോ. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്ത് പറയണം? എന്ത് പറയണോ? ഒരു രോഗം വന്നു, എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. പറയോ? ഉസ്താദിനെ വട്ടാണെന്ന് തോന്നുന്നില്ലേ? എന്നാ പറയണം ചങ്ങാതി. ഇവിടെ ഉണ്ടായിരുന്ന ജോലി പോയാൽ പോട്ടെ, അൽഹംദുലില്ലാഹ്, അടുത്ത റബ്ബ് തരും. ടെൻഷനും ബേജാറൊന്നും വേണ്ട. ഇങ്ങനെ പറയാനുള്ള ഒരു മനസ്സുണ്ടാകണമെങ്കിൽ ഒറ്റ ഹദീസ് മനസ്സിൽ കരുതിയാൽ മതി. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഉസ്താദ് ഇവിടെ സംഘാടകനായിട്ടാണ് ഉസ്താദ് ഫൈസിയല്ലേ? ആ ചങ്ങാതി കാണാൻ തന്നെ ദേവ സംഘാടകൻ, ആ പാവപ്പെട്ട ഫൈസി ഉസ്താദ്. ദേവ സംഘാടകല്ലേ? എവിടെ വഴുതിന് പോയാലും വരും. ഫൈസി ഉസ്താദ് ഇനിയെങ്കിലും ഇവിടെ കയറിയിരിക്കും. ആ സാധു ഇങ്ങനെ നടക്ക ഓൾറൗണ്ടായിട്ട് പടച്ചറപ്പെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഞാൻ ചോദിച്ചു, പിരിവല്ലോ ഉണ്ടോ? നിർബന്ധിക്കൊന്നും വേണ്ട ഉസ്താദ്, അലല്ല. അതൊരു മനസ്സ്. പിരിവല്ലോ ഉണ്ടോ? സാധാരണ എവിടെയും അതിന് മുമ്പ് ലിസ്റ്റാ തരാ, കോൺട്രാക്ടറിന് എടുക്കണ പോലെ വലിയ ലിസ്റ്റ് തരും. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ചില ആഗ്രഹം ഉണ്ടല്ലോ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിങ്ങൾക്കൊരു നല്ല പാഠം പഠിപ്പിച്ചു തരാം. എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പറഞ്ഞ് ചിരിക്കുന്ന മുഖത്തോടെ നടക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാ ടെൻഷനും മാറാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടയോ? ഇരിക്കണ. നീ ഈ സംഘാടകനൊന്നും ഇരിക്കുന്നില്ലേ? ബക്കറ്റാണ് കൊണ്ട് നടക്കുന്നത്. ബക്കറ്റ് അവസാനം പോലെ. എല്ലാ ടെൻഷനും മാറാനുള്ള വഴി എന്തെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, ഒരു കയറ്റം കഴിഞ്ഞ ഒരു ഇറക്കം ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഉറക്കെ പറ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? ഉണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? ഉണ്ട്. അങ്ങനെ ഇന്ന മഅൽ ഉസ്രി യുസ്റ അല്ലേ? എന്റെ പൊന്നാര ചങ്ങാതി, എടാ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്. ഒരു ദുഃഖം കഴിഞ്ഞാ ഒരു സന്തോഷമുണ്ട്. നിനക്കിപ്പം ദുഃഖം തന്നിരിക്കുന്നത് ഒരു സന്തോഷം വരാൻ പോകുന്നതിന്റെ അടയാളമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ നീ ദുഃഖത്തിലാണോ? പ്രയാസത്തിലാണോ? നീ മനസ്സിലാക്കുക, നിനക്കൊരു നല്ല കാലം വരാൻ പോകുന്നു. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് എന്ത്? പറ, എന്ത്? പ്രയാസം. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് പ്രയാസം. ആ പ്രയാസത്തിന്റെ പുറകിൽ നിനക്കൊരു സന്തോഷം വരുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇനി ഒരു അൽഹംദുലില്ലാഹ് പറ, നല്ല പോലെ പറ. ഇനി മേല പറഞ്ഞുകൊണ്ട് നടക്കരുത്. പ്രയാസവാ, ദുഃഖവാ, ദുരിതവാ പറഞ്ഞുകൊണ്ട് നടന്ന വരാനിരിക്കുന്ന സന്തോഷം പോയി കിട്ടും. അനുഭവിക്കാനുള്ളത് അനുഭവിക്കുകയും വേണം. എന്തിനാവശ്യമില്ല. അപ്പൊ രണ്ട് കാര്യം ഓർക്കുക. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റവുമുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, സന്തോഷത്തിന്റെ പുറകിൽ എന്തുണ്ട്? എന്തുണ്ട്? അതുകൊണ്ടാ പറഞ്ഞത്, ദുഃഖത്തിലും സന്തോഷത്തിലും അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ. ദുഃഖത്തിലും സന്തോഷത്തിലും അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദര, ചില പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അല്ലാഹു പറയുകയാ, നിനക്ക് സന്തോഷമുള്ള ജീവിതം ഞാൻ തരാം നിനക്ക്. അല്ലാഹു പറയുകയാ, ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, പ്രയാസപ്പെടണ്ട. അല്ലാഹു പറയുകയാ, അല്ലാഹു പറഞ്ഞ വാചകം എന്തെന്നറിയുവോ? നിങ്ങൾക്ക് ഈ ദുനിയാവില് രാജാക്കന്മാരെ പോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? സന്തോഷത്തോടെ സമാധാനത്തോടെ, അല്ലാഹുവേ, സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കണോ? അല്ലാഹു പറയുകയാണ്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതന ത്വയ്യിബാ. ഈ ഒരൊറ്റ ആയത്ത്
ആയത്ത് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാ. അല്ലാഹ് പറയുകയാ, ഈ ലോകത്ത് നിങ്ങൾക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കണോ? ഈ ലോകത്ത് നിങ്ങൾക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കണോ? അല്ലാഹു പറയുകയാ, ഫലനുഹയ്യന്നഹും ഹയാതൻ ത്വയ്യിബാ. അല്ലാഹ് പറയുന്നു, ഏറ്റവും നല്ല ജീവിതം ഞാൻ നിങ്ങൾക്ക് തരാം. ഏറ്റവും മനോഹരമായ ജീവിതം, സുന്ദരമായ ജീവിതം. അൽഹംദുലില്ലാഹ്, കോടീശ്വരന്മാര് ജീവിക്കുന്നത് പോലെ രാജാക്കന്മാർക്ക് പോലും കിട്ടാത്ത സന്തോഷവും സമാധാനവും ഞാൻ നിങ്ങൾക്ക് തരാം. ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ അവനെ നോക്കണേ, ഇവനെ നോക്കണേ, ആ ചങ്ങാതി അങ്ങനെ, ഈ ചങ്ങാതി ഇങ്ങനെ? എടാ, നിനക്ക് വേണോ ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം? നിനക്കും നിന്റെ കുടുംബത്തിൽ ഞാൻ തരാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം. ഒരേ ഒരു കാര്യം ചെയ്താൽ അല്ലാഹ് നിനക്കെല്ലാം ഒരുക്കി തരും. സന്തോഷമുള്ള ജീവിതം, സമാധാനമുള്ള ജീവിതം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണം? മൻ അമില സ്വാലിഹ, നന്മ ചെയ്യണം. തലകുത്തി നിൽക്കണമെന്നല്ല പറഞ്ഞേ, നല്ല കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു പറയുകയാണ്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ നന്മകൾ ചെയ്താൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് നല്ല ജീവിതം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഞാൻ പറയുകയാ, ആര് ഭരിക്കട്ടെ, ആരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നിന്റെ വീട്ടിൽ സമാധാനം വേണോ? നിന്റെ വീട്ടിൽ സന്തോഷം വേണോ? നിനക്ക് സമാധാനത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കണോ? അല്ലാഹ് പറയുന്നു, നീ നല്ല കാര്യം ചെയ്യ്. അല്ലാഹ് പറയുന്നു, നീ നല്ല കാര്യം ചെയ്താൽ നിനക്ക് സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം ഞാൻ തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.